അപ്പൊ 30 ഡേയ്സ് മണി മാനിഫെസ്റ്റേഷൻ ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കടബാധ്യതയുള്ള മനസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കടബാധ്യതയിൽ നിന്നും എങ്ങനെ സമൃദ്ധിയിലേക്ക് നമ്മൾക്ക് എത്താം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ എല്ലാവരും താല്പര്യത്തോടെ കേൾക്കുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കടം അപകടം അല്ലേ? പക്ഷേ കടം എപ്പോഴാണ് അപകടമായി മാറുന്നത്, കടം എപ്പോഴാണ് ഗുണകരമായി മാറുന്നത് എന്നൊക്കെ നമ്മൾ മണി മാനിഫെസ്റ്റേഷനിൽ ആദ്യം തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. പലരും കടത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണ്? അവർ അലസത കൊണ്ടോ മോശം സ്വഭാവം കൊണ്ടോ മാത്രമല്ല. ചിലപ്പോൾ അവർക്ക് ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ മെഡിക്കൽ എമർജൻസി, ചിലപ്പോൾ ബിസിനസിന്റെ പരാജയം, ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്നത്, അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായി എടുത്തൊരു തീരുമാനത്തിന്റെ പരിണിതഫലം. അതാണല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ എല്ലാവരും കടത്തിലായതിന്റെ കാരണം പറയാൻ പറ്റുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ എനിക്ക് കൺഫർമേഷൻ ആയിട്ട് പറയണം. കടം എന്നത് ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ, അല്ല ഒരു മെന്റൽ ഐഡന്റിറ്റി ആണോ എന്ന് ഒന്നുകൂടി മലയാളത്തിൽ പറഞ്ഞുതരാം. കടം ഉണ്ടാവുക എന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു അവസ്ഥ മാത്രമാണോ, അല്ല നിങ്ങളുടെ മാനസികമായ ഒരു ഐഡന്റിറ്റി, ഒരു വ്യക്തിത്വമായി മാറുന്നു എന്നതാണ് ചോദ്യം. കടം അപകടം എന്ന് ഞാൻ പറഞ്ഞ ഈ അപ കിടക്കുന്നത് എവിടെയാണ്? അവനവനിലുള്ള മെന്റൽ സ്റ്റേറ്റിലാണ് ഈ സാധനം. വാക്കുകൾക്കൊക്കെ ഭയങ്കര അർത്ഥമാണ് കേട്ടോ. ഓരോ പദങ്ങളും പിരിച്ചെഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇപ്പൊ എൻ്റെ മുമ്പിൽ ഇപ്പൊ ഇരിക്കുന്ന മിക്കവരും ആദ്യം പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറിയവരാണ്. കാരണം നമ്മളെ ക്ലാസ്സിൽ നിരന്തരം ലൈവും മറ്റ് പെയ്ഡ് സെഷനുകളും വന്നിട്ട് നിരന്തരമായി അവനവന്റെ മനസ്സിനെ മാറ്റിയവരാണ്. പക്ഷെ യൂട്യൂബ് വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങളിത് ശ്രദ്ധിക്കണം. മാറാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥയെ മാറ്റണം. നമ്മളിവിടെ എന്താണ്? എല്ലാത്തിനും പരിഹാരം അവനവന്റെ മനസ്സിലെ അവസ്ഥ മാറ്റുക എന്നുള്ളതാണ് എന്ന് പറയാറുണ്ട് അല്ലേ? ഞാൻ ട്യൂൺ യുവർ മൈൻഡ് സെറ്റിൽ ക്ലാസ്സിൽ നിങ്ങളെ ഓരോ വാക്കുകൾ എടുത്ത് കറക്റ്റ് ചെയ്തു. എന്നാൽ ഞാൻ വൈകുന്നേരം ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം, ഓരോ വാക്കുകൾ എടുത്തിട്ട് ഞാൻ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്താണ് ഇത് പറയുമ്പോൾ സംഭവിക്കുന്നത്, ഏത് വൈബ്രേഷനാണ് അവിടെ ചേഞ്ച് ആവുന്നത്, ഏത് മെന്റൽ സ്റ്റേറ്റ് ആണ് ചേഞ്ച് ആവുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യമായിട്ട് ഈ മനസ്സിനെ പറ്റി ഒന്നും അറിയാത്തവരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാണ്, നമ്മൾ പറയുന്ന വാക്കിന്റെ അർത്ഥം പോലും നമുക്ക് ശരിയായി അറിയില്ല എന്നാണ്. ഇത് ഞാൻ കടക്കാരനാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്, അവിടെ കൊടുക്കാറുണ്ട് ഇവിടെ കൊടുക്കാറുണ്ട്, എനിക്ക് ഒരിക്കലും ഫ്രീ ആകാൻ പറ്റുന്നില്ല, ഇതിങ്ങനെ പറയുമ്പോൾ സാധാരണ വാക്കുകളാണ് പറയുന്നത്. പക്ഷേ റിപ്പീറ്റഡ് ആയി പറയുമ്പോൾ അത് നമ്മുടെ ഐഡന്റിറ്റിയായി മാറും, അത് നമ്മുടെ വ്യക്തിത്വമായി മാറും, സ്വഭാവമായി മാറും. ഈ സ്വഭാവം ആയി മാറിക്കഴിഞ്ഞാൽ മനസ്സ് വീണ്ടും അതേ ജീവിതത്തെ തന്നെ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലാക്കേണ്ട ഒരു വാക്ക് പറയാം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾക്ക് കടമുണ്ടാകാം, പക്ഷേ നിങ്ങൾ കടമല്ല എന്ന് തിരിച്ചറിയണം. കടം ഉണ്ടാകുന്നതും നിങ്ങൾ കടമായി മാറുന്നതും രണ്ടും രണ്ട് പ്രോസസ്സാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണിത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കണം. കടം എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, എണ്ണമാണ്. പക്ഷേ കടത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഷെയിം എന്ന ഇമോഷനാണ്. അപ്പൊ നമ്പറിനെ നമുക്ക് പ്ലാൻ കൊണ്ട് മാറ്റാൻ പറ്റും, പക്ഷെ ഷെയിമിനെ നമുക്ക് പ്ലാൻ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഷെയിമിനെ മാറ്റണമെങ്കിൽ ഇമോഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണം. അതിന് നമുക്ക് വേണ്ടത് അവബോധം അല്ലെങ്കിൽ അവെയർനെസ് എന്നുകൊണ്ട് സാധനം മാത്രമാണ്. ആ അവെയർനെസ് ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. നമുക്ക് തരാൻ പറ്റുന്നത് അവെയർനെസ് ആണ്. കാരണം എന്താ അറിയോ, പലരും കടം കാരണം തകരുന്നില്ല എന്ന് തന്നെയാണ് സത്യം. കടത്തെക്കുറിച്ചുള്ള കുറ്റബോധം, അപകർഷതാബോധം, ഭയം, പിന്നെ നിഷ്ക്രിയത്വം, ഇതുകൊണ്ടാണ് എല്ലാവരും തകർന്നു പോകുന്നത്. കടത്തിന്റെ എണ്ണം നോക്കിയിട്ട് ആരും തകരുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇതിനകത്ത് പുറത്തു കിടക്കുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, ഇമോഷണൽ മാസ്റ്ററി പഠിക്കണം. കടം ഫൈനാൻഷ്യൽ പ്രോബ്ലം മാത്രമാണ്. ഞാൻ അതിൽ കുടുങ്ങി എന്ന ഫീലിങ്സ് അല്ലെങ്കിൽ മെന്റൽ പ്രോബ്ലം ഉണ്ടാവാതെ നിൽക്കണം. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ മനസ്സിനെ മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് വരുന്നുണ്ട് ഒരു ക്ലാസ് വരുന്നുണ്ട്, ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയ ക്ലാസ് വരുന്നുണ്ട്. ഇത്തരം
സംഭവങ്ങൾ അകത്ത് കുടുങ്ങിയിരിക്കുന്നില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന, മണി മാനിഫെസ്റ്റേഷനിൽ കടക്കുന്നതിന് മുമ്പ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നുണ്ട്. എന്താണ്? നിങ്ങളിൽ കുടുങ്ങിയിരിക്കുന്ന ആ സാധനത്തെ ഹീൽ ചെയ്തെടുക്കും, എന്നിട്ട് മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലേക്ക് കടത്തിവിടും. ലോ ഓഫ് അട്രാക്ഷനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ കുടുങ്ങി നിൽക്കുന്ന, ഞാൻ കുടുങ്ങിപ്പോയി എന്ന ചിന്തയുണ്ടല്ലോ, അതിനെ അങ്ങ് പുറത്ത് കിടക്കണം. കടമുള്ളവർക്ക് ആദ്യം വേണ്ടത് ഷെയിം ഉണ്ടാവുകയല്ല, വ്യക്തതയാണ് ഉണ്ടാവേണ്ടത്. അവർക്ക് പാനിക് അല്ല വേണ്ടത്, പ്ലാനാണ് വേണ്ടത്. വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു എക്സസൈസും കൂടി പറഞ്ഞുതരാം. എഴുതി വെക്കുക നോട്ട്ബുക്കിൽ. നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം, കടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്താണ്? കടത്തെക്കുറിച്ച് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? കടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ള അനുഭവം എന്താണ്? ഈ ആൻസർ നിങ്ങൾ കണ്ടെത്തണം ഇന്ന് തന്നെ. ആൻസർ എന്തായാലും വിഷയമൊന്നുമില്ല, അത് നിങ്ങൾ മാറ്റേണ്ടതുമില്ല. അവിടെ ഇന്ന് അത് തിരിച്ചറിയുക എന്ന പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്താണ് ഇത്? നിങ്ങൾ അറിയണം എന്താണ് സംഭവിക്കുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.